എനിക്കൊരു മുളക് ബജ്ജി തരണേ. മുത്തുമണീസ്. അപ്പം നമ്മുടെ മഴയുള്ളൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇവിടെയും മഴയൊക്കെ കാണുമല്ലോ. ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ടൊരു വെയിൽ വന്നായിരുന്നു, പിന്നെ ചറപറ മഴ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ നമ്മളിങ്ങനെ അടുക്കളയിൽ എനിക്ക് എപ്പോഴും കുറെ ടർക്കി വേണം കേട്ടോ. ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ ഇച്ചിരി വെള്ളമായ പെട്ടെന്ന് തുടയ്ക്കാൻ എൻ്റെ ഒരു കിൻഡൽ ടർക്കി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഈ മഴ ഇങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ മഴ ഇങ്ങനെ വരുമ്പോ എനിക്ക് ആ ടർക്കിക്കൊക്കെ ഭയങ്കര ഷോർട്ടേജ് ആണ് കേട്ടോ. കാരണം പിന്നെ കഴുകിയിട്ടതും കൂടെ ഉണങ്ങണ്ടേ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉണങ്ങി മടക്കി വെച്ചേക്കുന്നത് ഞാൻ ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കും. അപ്പൊ ആ കഴുകിയിട്ടത് ഉണങ്ങത്തുമില്ല. അങ്ങനെ ടർക്കികൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം തീരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട് ഈ മഴ കാരണം. പിന്നെ അപ്പം ഇന്ന് പഠിത്തമില്ല. പൊന്നൂസ് മോനൂട്ടൻ എണീറ്റിട്ട് തൊണ്ട് കാട്ടും കണ്ടു കിടക്കുന്നു. പൊന്നു നല്ല ഉറക്കമാണ്. ഞാൻ എഴുന്നേറ്റു, എൻ്റെ കുട്ടി ക്ലീനിങ് പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ഞാൻ കുളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി ഇങ്ങോട്ട് ഓടി വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇന്നലെ ഓടി അപ്പം ഇന്ന് പഠിത്തമില്ലല്ലോ മുത്തുമണീസ്. അപ്പം പിന്നെ അതുപോലെ നാളെ അനിയൻ പോവുകയാണ്. ഞാൻ വിചാരിച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ കുറേ നാളായി വീഡിയോ എടുത്തിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ ഷോർട്ട് ഇട്ട് അങ്ങനെ അങ്ങ് മറന്നു പോകും. അപ്പം അതിന് ഞാൻ വിചാരിച്ച് ഇന്നൊരു വ്ളോഗ് എടുക്കാം. ഇന്നത്തെ കുട്ടി സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഞാൻ ഇത് കറിക്കുള്ളതാട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കറിക്കുള്ളത്. പിന്നെ ഞാൻ ബിരിയാണിക്ക് വറുക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. സാലഡിന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി തൈര് ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ ഒരു മിനിറ്റ് അപ്പോൾ അതാണ്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ഇന്നലെ ഞാൻ ഫ്രീസറിലല്ല കേട്ടോ, മേളിലാണ് വെച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ എടുത്ത് വെള്ളത്തിൽ വെച്ചില്ല, വെളിയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രീസറിലാണെങ്കിലല്ലേ വെളി വെക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ തലേന്നേ വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കറി വെക്കുവാണെങ്കിൽ, അല്ലാതെ ആ സമയത്ത് മസാല വരട്ടിയിട്ട് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് പച്ചയ്ക്ക് കഴിക്കുന്ന പോലെ ഈ ചിക്കനകത്ത് ഒന്നും മസാല പിടിക്കാത്ത പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തലേന്ന് മസാല വരട്ടി. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ആയിട്ട്. പിന്നെ ഞാൻ വറുക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. ഇതാണ്ടേ വറുക്കാനുള്ള ചിക്കൻ. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് വെളുത്തുള്ളി അങ്ങോട്ട് ചതച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ വേണ്ടേ സാലഡിന് അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വിരവി അങ്ങോട്ട് വെച്ചേക്കുക. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങാം. ഞാൻ ഈ സാധാരണ എൻ്റെ അമ്മ ഒക്കെ ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് എൻ്റെ പുതിയ പാത്രത്തിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ മൈജിയിൽ പോയപ്പോൾ അവരിങ്ങനെ ഓഫർ ഇരിക്കുന്ന കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഈ പാത്രത്തിലാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. ഇതെവിടെ വെക്കും? നമുക്ക് സ്പൂൺ എടുക്കണം. ഇതൊരു കലവറയായി. കുറേശ്ശെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഒത്തിരിയായി ഫ്രണ്ട്സ്. ഇതിപ്പോൾ ഒരുപാടായി ഫ്രണ്ട്സ്. ഇത് മതി, തടിയിൽ മതി. ക്ലോസ്. കുറേ ദിവസമായി ഇതിൽ കുക്ക് ചെയ്തിട്ട്. മറ്റേ കിച്ചണിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇവിടെ അങ്ങ് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം കുക്ക് ചെയ്യത്തില്ല. പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. വല്ലപ്പോഴൊക്കെ ഓണാക്കണ്ടേ. ഇത് കറിവേപ്പില, ഇത് ഞാന് മല്ലിയിലയാണ് കേട്ടോ. ഇവിടെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോകും മുത്തുമണീസ്, മറന്നു പോകും. പിന്നെ ഇട്ടില്ലല്ലോന്ന് ഞാൻ വിഷമിക്കും. അങ്ങോട്ട് തുടങ്ങാം. പിടിത്തിരിക്കല്ലേ. ഇത് മൈ സ്റ്റൈലാണ് കേട്ടോ മുത്തുമണീസ്. അങ്ങനെ ആർക്കും അറിയില്ല. ആർക്കും ഞാൻ പറഞ്ഞു ചുമ്മാതാട്ടോ. എനിക്ക് തോന്നുന്ന സാധനം എല്ലാം അങ്ങോട്ട് വാരി വിതറിഞ്ഞ്. അപ്പം അത് മൈ സ്റ്റൈൽ കറിയാവും. ഇനി പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഓക്കെ മതി. അന്നേരം ഇതെല്ലാം മാറ്റിയില്ലെങ്കിൽ ഒപ്പ് പണി കിട്ടും കേട്ടോ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ വാരി ഇട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. ഈ സവാള വറ ഞാൻ സത്യം പറഞ്ഞാൽ തുടങ്ങിയതേ ഉള്ളൂ. സമയം 11:30 ആയി. കാരണം വേറെ ജോലി ഉണ്ടായിരുന്നല്ലോ മുത്തുമണി. പാത്രം കഴുകിയതൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ കബോർഡുകളിൽ വെക്കാനേ മഴ ആയതുകൊണ്ട് ഞാൻ സാധാരണ അത് ക്ലീൻ ചെയ്തിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം അത് ഞാൻ വെളിയിൽ ആ മതിലിന് അവിടെ നമുക്കൊരു തിട്ട ഉണ്ട്. അപ്പം അവിടെ കൊണ്ട് വെക്കും. അപ്പോൾ വെയിലടിച്ച് പെട്ടെന്ന് അതങ്ങ് ഉണങ്ങും. അപ്പോൾ കബോർഡ് എടുത്ത് വെക്കാം. നനവോട് നമുക്ക് വെക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പം ഇപ്പം അത് ഉണങ്ങാത്തതുകൊണ്ട് മഴയല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തും വേറെ ടർക്കി വെച്ച് കഴുകിയിട്ട് നനവെല്ലാം അങ്ങ് തുടച്ചെടുത്തിട്ട് കബോർഡുകളിൽ കയറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ അടുക്കളയുടെ ഈ തട്ട് മൊത്തം ഇങ്ങനെ കഴുകി വെക്കേണ്ടി വരും. രാത്രിയാണെങ്കിൽ ഞാൻ കഴുകിയിട്ട് പിന്നെ ഒരു ടർക്കി വിരിച്ചിട്ട് പാത്രം അങ്ങ് കമത്തി കഴുകി വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് വെള്ളം തോന്നു കിട്ടും. പിന്നെ ഞാൻ തുടച്ചങ്ങ് വയ്ക്കും. അപ്പോൾ അതുണ്ടായിരുന്നു കഴുകി അങ്ങനെ എല്ലാം
ഞാൻ തുടച്ച് നമ്മുടെ കബോർഡിൽ കയറ്റി, പിന്നെ തൂക്കൽ തുടയ്ക്കണം, അങ്ങനത്തെ പണി ഉണ്ടായിരുന്നു. അങ്ങനെ 11:30 ആയിരുന്നു. ഞാനിപ്പോൾ അമ്മായി വിളിച്ച് പറഞ്ഞു ചോറ് കഴിക്കാൻ വരണേന്ന്. അപ്പം ആ വീട് പണി നടക്കുന്നതുകൊണ്ട് രാത്രി അമ്മായി അനിയനും ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോവും അവർ കേട്ടോ. കാരണം അവിടെ പണിക്കാരുണ്ട്, അവർക്ക് ചായ ഇട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് അവർ ചോറിനാൻ വരും, ഞാൻ വിളിച്ച് പറഞ്ഞു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം പൊന്നൂസിനും മോണ്ടനും മദ്രസ ട്യൂഷനുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് വീട്ടിലോട്ട് പോയി പണിയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. കലത്തില ഇട്ടിട്ടില്ല, ഇടണം. മസാല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് മുത്തുമണീസ്. എല്ലാവരും ചോദിക്കുവേ, മിക്കവരും ചോദിക്കും മസാല ഇങ്ങനെ ചൂടാക്കി ഇടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം. സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അമ്മയും സാധാരണ അമ്മ ഒക്കെ ചൂടാക്കി ഇടുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ട് ഞാനും അങ്ങ് ചൂടാക്കുക. പിന്നെ അല്ലാതെ നമ്മളിതൊക്കെ വല്ല അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതാ. ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്നാലും ഒക്കെ ചെയ്യും. പിന്നെ അള്ള സവാളയൊക്കെ ആവശ്യത്തിന് വരണ്ടിട്ടുണ്ട്, മതി. ഒരുപാട് മസാലയുടെ ആവശ്യമില്ല, കാരണം ഞാൻ ചിക്കനകത്ത് ആവശ്യത്തിന് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലാം കൂടെ ആയാലും മോശമാണ്. സാരവിള അണ്ണാ എൻ്റെ ചിക്കനെയും എടുത്തുണ്ടോ മുത്തേ? അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. വെള്ളം ഒഴിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നലെ സാധനം പിടിച്ചപ്പോൾ വിചാരിച്ച് ഇവിടെ ഇരിക്കുന്ന പാത്രത്തിൽ തന്നെ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷേ ചിക്കൻ കറിയൊക്കെ വെച്ചപ്പം മനസ്സിലായി സംഭവം ആ പാത്രത്തിൽ വെച്ചാൽ ശരിയാവത്തില്ലെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട്, വീട്ടിലാണെങ്കിൽ വലിയ പാത്രമുണ്ട്, ആ പാത്രം എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ പോയിട്ട് വരാം. ഞാൻ നമ്മുടെ ബിരിയാണിക്കകത്ത് ഇടാനുള്ള പിന്നെ സവാള, അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ചിക്കനും ആ എണ്ണയിൽ ഇങ്ങ് വറുത്തെടുക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ എണ്ണ വെറുതെ വേറെ ആയിപ്പോവും. അപ്പം ഞാൻ ഓടിപ്പോയി മോനൂട്ടനോട് പറഞ്ഞ് മക്കളെ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക. ഞാൻ പിന്നെ മക്കളെ പോയി കുളിക്ക് പൊന്നു മോനെ. അപ്പം ഉമ്മ ഇച്ച് കഴിയട്ട് പൊന്നൂനോട് പറയാൻ പോയപ്പോൾ പൊന്നൂനെ കാണുന്നില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായത് അണ്ണൻ്റെ കൂടെ പോയി കാണുന്നത്. അപ്പം മുത്തുമണി, എൻ്റെ അമ്മ ആണെങ്കിൽ ഉണ്ടല്ലോ, അനിയനിപ്പോൾ വന്നായിരുന്നു ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് സാധനം എടുക്കാൻ. എൻ്റെ അമ്മ ആണെങ്കിൽ ഇതൊക്കെ കുക്കിംഗ് എല്ലാം ഒതുങ്ങിയതിന് ശേഷമേ തൂത്ത് തുടച്ച് എല്ലാം ചെയ്യൂ കേട്ടോ. പക്ഷെ ഞാൻ നേരെ മറിച്ച് തിരിച്ചാണ്. കാരണം എനിക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരുപാട് വട്ടം അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തൂക്കുകയും തുടങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കല്യാണം വിളിക്കാനോ അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പം നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് അവർ കാണത്തില്ലല്ലോ, നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഞാൻ പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ മുത്തുമണീസ്. അപ്പം എനിക്ക് നമ്മൾ വളർന്നതിന് ശേഷം ഇപ്പം നമ്മൾ നേരത്തെ വാടക വീട്ടിൽ താമസിച്ച സമയത്താണെങ്കിൽ പോലും എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് എനിക്ക് തൂത്ത് പാത്രമൊക്കെ കഴുകി അടുക്കള ക്ലീൻ തൂത്ത് തുടയ്ക്കണം. അപ്പം വീട് ക്ലീൻ ആയി കിടക്കും. പിന്നെയാണ് നമ്മുടെ കുക്കിംഗ് വരുന്നത്. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇതാവത്തല്ലേ ഉള്ളൂ. ആ കുറച്ച് സംഭവം നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ, ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മൊത്തം ഹാളും അതും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും അത് വൃത്തികേടായി കിടക്കും. അപ്പം ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കുക്കിങ്ങിന് കയറും. അതാണ് ഇത്രയും സമയം എടുത്തത് കേട്ടോ. അതുമല്ല മാത്രമല്ല, ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിലും പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം സമയമൊക്കെ നമ്മൾ ഉറങ്ങുന്നൊന്നും പറയത്തൊന്നുമില്ല. അവർക്ക് എപ്പോൾ ഉറങ്ങണോ അപ്പോൾ. ഇന്നലെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് കുറേ താമസിച്ചാണ് പൊന്നൂസും മോണ്ടനൊക്കെ ഉറങ്ങിയത്. പിന്നെ ഞാനും അണ്ണനും കൂടി അണ്ണൻ്റെ അത്താടെ അടുത്ത് പോയായിരുന്നു. അണ്ണൻ്റെ വീട്ടിൽ പോയി അവിടെ കുറേ നേരം ഇരുന്നു. അപ്പം ഇവിടെ അമ്മായും പൊന്നൂസും മോണ്ടനും ഉണ്ടല്ലോ, അങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടും ഫുഡൊക്കെ താമസിച്ചാണ് കഴിച്ചത്. അങ്ങനെ ഒത്തിരി സമയമായിട്ടാണ് രണ്ടുപേരും ഉറങ്ങിയത്. അപ്പം അതുകൊണ്ട് രാവിലെ വിളിക്കത്തില്ല, ഞാൻ അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ കിടന്നതാണ്. കണ്ടാ എനിക്കിങ്ങനെ അടച്ചിരിക്കണം. അതിനെന്നെ ടർക്കി വേണ്ട മുത്തുമണി. പണം പാത്രം എടുത്തോണ്ട് വരട്ടെ, അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളജോലൊക്കെ ഒന്നുമില്ല. അതുപോലെ ഞാൻ പിന്നെ വെപ്രാളപ്പെട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 12:30 ഇവിടെ 12:30 ആകുമ്പോഴത്തേക്ക് ചോറ് കഴിക്കും. പിന്നെ അമ്മ ഒക്കെ ചിലപ്പോൾ അവിടെ ജോലിക്കാരെ കൂടെ കിടന്ന് ജോലി ചെയ്യും, എന്നിടെ വരും. പിന്നെ സാധാരണ അത്താക്കി അമ്മയ്ക്കും ചോറ് കൊടുക്കണം. ചിലപ്പോൾ അണ്ണൻ പറഞ്ഞ് വിളിച്ചോണ്ട് വരാന്ന്.
അത്തക്ക് കാല് വെയ്യ. ഇന്നലെ രാത്രി പോയപ്പോഴും പിന്നെ കാല് വെയ്യ. അത്ത നിസ്കരിക്കുക വീട്ടിൽ. അപ്പൊ അത്ത പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാളാണ്. കാല് വെയ്യാത്തോണ്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നത്. അപ്പൊ അണ്ണൻ പറഞ്ഞ ഞാൻ ചോദിക്കാം, അത്തക്ക് അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവര് ഇങ്ങോട്ട് കാറി കൊണ്ടുവരും. വലിയ പാത്രോ? ആ ഇപ്പൊ എന്താ എടുത്തോണ്ട് വന്ന്? ഞാനിങ്ങനെ ടർക്കിയുടെ കാര്യം പറഞ്ഞത് പടച്ചോന് വിഷമമായെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ഭയങ്കര വെയില്, നല്ല വെയില്. ഈ ടർക്കിയൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ഞാന് ചപ്പയാറൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇനി ക്ലീൻ ചെയ്യണം. ദേ ചിക്കൻ വറുത്തോണ്ടിരിക്കണം. ചിക്കൻ വറുത്തങ്ങ് വെച്ചാൽ പെട്ടെന്ന് ജോലി ഒതുങ്ങും. ദാണ്ട എല്ലാം വറുത്ത് കോരി വെച്ചു. അതിന് അണ്ണ എന്താ കണ്ടൊക്കെ പറയാം. ഇപ്പൊ അണ്ണ എടുത്ത് പൊന്നൂസിനെ കൊണ്ടേ കുളിക്കാൻ പറഞ്ഞു വിട്ട് വിളിച്ച് ഒരുങ്ങി ഇരിക്കട്ടെ. മതി മാറ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ല. പാത്രം എന്താണ് അണ്ണ എടുത്തോണ്ട് വന്നതും കൊച്ചു പാത്രം. ഫ്രണ്ട്സ് അത്താമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ? ഇല്ല, അത്താക്ക് കാല് വയ്യ, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു അറിയുന്നു. അതുപോലെ അത്ത ഇപ്പൊ നിസ്കരിക്കുന്നൊക്കെ വീട്ടിൽ തന്നെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, അതുകൊണ്ട് കറി അടച്ചു വെയ്യ, എന്നാലേ അത് പറ്റൂ കേട്ടോ. അല്ല ഉപ്പ് നോക്കിയാ നീ? ഞാൻ നോക്കിയില്ല, പിന്നെ എങ്ങനെയാ? അണ്ണൻ നോക്കും. ഫ്രിഡ്ജിനകത്തിരുന്ന ഇറച്ചി ആയോണ്ടേ വെള്ളം കൂടുതൽ. ഭയങ്കര ഉപ്പ്. ഉപ്പ് കൂടിപ്പോയോ? പിന്നെ അതായത് നോക്ക് കറക്റ്റ് ഉപ്പ്. ചോറിനകത്ത് കുറച്ചിടുന്നേ നല്ല. ഇനി ഉപ്പ് കൂടെയും കുറയ്ക്കുകയും ഒന്നും വേണ്ട കേട്ടോ. പണിയാവും. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഗിയർ സൈക്കിളില് ഞങ്ങള് കാര്യറ യൂട്യൂബേഴ്സ് ആണ്. അപ്പൊ നിങ്ങളെ കണ്ടുമുട്ടിയോണ്ട് ഞാൻ കുളിക്കാൻ പറഞ്ഞു വിട്ടയാണോ? അല്ല, ഞങ്ങള് ഗിയർ സൈക്കിളിൽ ഊട്ടി പോവാ. ഞാൻ കുളിക്കാതെ ചോറ് തരത്തില്ല കേട്ടോ. മോനുട്ടാ, ഞാൻ കുളിക്കാതെ ചോറ് തരത്തില്ല. ചോറ് തരത്തില്ലേ? ഞാൻ കുളിച്ചതാ. പോ, സൈക്കിൾ ചവിട്ടാൻ പോ. ഹായ് ഹായ് ബേബി. ബാലൻസ് കഴിഞ്ഞോ? ഇന്നലെ ഒരു നല്ലൊരു കാറ്റായിരുന്നു. ആ കാറ്റിനകത്ത് ഇല്ലയോ നമ്മളെ മൊത്തം കരിയിലേ ആയി. ദൂരെ കാറ്റായിരുന്നു. നമ്മുടെ സെറ്റ് കൊണ്ടുവന്നപ്പോൾ താണ്ടി ഇതാണ് അവസ്ഥ മുത്തുമണി. ഈ കാല് അന്ന് അവരിങ്ങോട്ട് ഈ സെറ്റ് അന്നേരം അളവ് കൂടുതലാണ് എടുത്തോണ്ട് പോയത് കേട്ടോ. അപ്പം ഇത് അടിച്ചങ്ങോട്ട് കയറ്റാൻ നേരത്തേക്ക് കാല് കംപ്ലൈൻ്റ് ആയി. ഇതിപ്പോൾ അത് ചെറുതാക്കിക്കൊണ്ട് കൊണ്ടു തന്നു. പക്ഷെ എന്നാലും ഇതിന് കാല് കംപ്ലൈൻ്റ് അല്ലേ, നമ്മൾ ഇത്രയും പൈസ എടുത്ത് മേടിച്ചിട്ട് കാല് ഇന്ന് കൊണ്ടുവരാൻ നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഫോൺ വിളിയാണ്. ഇപ്പം അണ്ണനെ കമ്പനിയിൽ നിന്ന് വിളിച്ചു, അത് ഫോട്ടോ എടുത്തു കൊടുക്കാം. കുളിച്ചില്ലേ? പോയി കുളി പൊന്നു. പെട്ടെന്ന് ഒരു സൈക്കിളിൽ നിന്ന് ഞാൻ തള്ളി പൊട്ടിച്ചു. ഞാൻ ഇറങ്ങേണ്ടി പോയിട്ട് പോ, പെട്ടെന്ന് കുളിച്ചിട്ട് വാ. അതൊക്കെ കാണിക്കാം. മക്കള് പോയി കുളിക്കേ. ഇപ്പൊ കുളിക്കുന്നേ നമുക്ക് അത്യാവശ്യം. ചെല്ല്, വേഗം പോയി കുളിച്ചിട്ട് വേഗം പോ. ഓക്കെ, അവയോ ഒത്തിരി ആയി. ഞങ്ങൾ എണീറ്റതും താമസിച്ചാണ്. പിന്നെ ഞാൻ തൂത്ത് തുടച്ച് വന്നാൽ 11:30 ആയല്ലോ മുത്തുമണി. ഇപ്പൊ സമയം 12:45 കേട്ടോ. 12:50 അവിടെ വീഴാതെ മുത്തേ. അപ്പൊ ഞാൻ ഒന്നും കൂടി അടുക്കള തൂത്ത് തുടച്ചതേ ഉള്ളൂ. അതെങ്ങനെ എടുക്ക്, ചോറിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തട്ട്. അങ്ങനെ പെതുക്കെ പെതുക്കെ പെതുക്കെ. അല്ല, ഇത് വെച്ച് ഇങ്ങനെ ആക്ക്. അതൊക്കെയാ നാക്കെന്ന് പറയുന്നത്. നാക്ക്. മതി. ചോറ് എന്നിട്ട് നടുക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഉള്ളിയും വെക്കണം. എന്നിട്ട് ഫിനിഷ് ചെയ്താൽ മതി. പിന്നെ നടുക്ക്. ഓക്കെ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി മുത്തുമണീസ്. ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. അതെ, ഇതെല്ലാം വൃത്തിയാക്കണം, ക്ലീൻ ആക്കണം. ഞാൻ അപ്പുറത്തൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഒന്ന് തുടച്ചു. ഇത് കറക്റ്റ് ആയിരുന്നു കേട്ടോ മുത്തുമണീസ്. 1 കിലോ കറക്റ്റ് അരി വെക്കാനുള്ള ഇതായി. ഓരോ പീസ് എടുത്തെടുത്ത് തീർന്ന എല്ലാരും വരുമ്പോ കാണിക്കാൻ ഒരു ഭംഗി കാണത്തില്ല. എന്നും അമ്മ ഉണ്ടാക്കുന്നല്ലേ കഴിക്കുന്നത്? ബ്ലഡി ഇന്ത്യൻസ്. ഞാൻ പറയട്ടെ, എന്റെ കൈ കൊണ്ട് കഴിക്കുമ്പോ ഉപ്പുമില്ല, രസമില്ല, ഒന്നുമില്ല. പക്ഷെ അമ്മയുടെ കൈ കൊണ്ട് കഴിക്കുമ്പോ ഒരു കൈപ്പുണ്യാണ്.
വേണ്ടണ്ണേ ഒരുമിച്ച് കഴിക്കാം, കുഴപ്പമില്ല. അണ്ണൻ പെട്ടെന്ന് വാ. ആ കൈപ്പണിത്ത് കൂടുതലാ. ആണ്ട് അവൻ മുടിയൊക്കെ ചീവി. പൊന്നു മുടി ചീവിയില്ല, മുടി ഉണങ്ങിയിട്ടില്ല. ഞാൻ ചേരും വിശ്രമിക്കട്ടെ മുത്തു. വിശ്രമ വേളകൾ ആനന്ദകരമാക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ദേ പോയി നടുവേന എടുക്കുന്നു. പഠിച്ചോനേ, ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ കുളിച്ച് ഇതേണ്ട മുടിയൊക്കെ ജീവി ഓടി വന്നതാ. 4, 3, 7 മുടി. അപ്പൊ നമ്മുടെ ബിരിയാണി കണ്ട മുടിയൊക്കെ വെച്ച് പണ്ട് സാധാരണ ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ജീപ്പി ഇരിക്കുമ്പോൾ ജീപ്പി തൂങ്ങിയാ വരുന്നത്. ജീപ്പി ഓരോരുത്തരും ഈ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ഇറങ്ങി അണ്ണൻ മുടി ചീവുമായിരുന്നു. അങ്ങനെ ചീവി താണ്ട കിടക്കുന്നു. ഇപ്പൊ ഇല്ല, ഞങ്ങള് മുടി വെച്ച് പിടിപ്പിക്കും. എന്ത് വരുന്നു. ഞാൻ അന്നേരം ഫോൺ വിളിക്കുമ്പോൾ മുടിയൊന്നും വളർത്താൻ ഒക്കത്തില്ല. പിന്നെ അതുപോലെ ഈ അണ്ണ ഒരു സിൽവർ എൻ്റെ മാല ഇടുമായിരുന്നു. ഞാൻ പറഞ്ഞ അത് വരത്തില്ല, ഊരിക്കളഞ്ഞോ. അതെ, അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ അങ്ങ് എണ്ണ തേച്ച് മിനുക്കി എടുത്തൊരു ചെറുക്കനാക്കി. അമ്മേ സാധനം ഇല്ലേ. ചോറിന്റെ സൈഡിലോട്ട് നമ്മളെ മസാല ഗ്രേവി സാരമില്ല. നമ്മുടെ ബിരിയാണിയൊക്കെ എങ്ങനെ, നമ്മുടെ കല്യാണ ബിരിയാണി ഒന്നും അല്ലല്ലോ അത്രയ്ക്കൊക്കെ സെറ്റാണ്. അയ്യ ഞങ്ങളുടെ ബിരിയാണി പൊന്നൂസ് പോട്ടിട്ട് വിശന്നിരിക്കും അവിടെ. മതി 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 കടി മതി മുത്തേ. ഇനി ആവശ്യം വരുമ്പോൾ വന്ന് എടുക്കാം, അല്ലെങ്കിൽ പാത്രം കവിഞ്ഞു പോകും. മതി 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 പൊന്നേ. സാലിതും അമ്മായി വന്നു. സാലിതും അമ്മായി ബാ ബാ. എൻ്റെ എല്ലാം റെഡിയായി മുത്തുമണീസ്, എല്ലാം റെഡിയായി. ഇപ്പം നമുക്ക് കഴിക്കാം. സാലഡ് എല്ലാം റെഡിയായേ. ബാ കഴിക്കാം. ഇല്ല കഴിക്കാൻ പോവാ. വാ വാ വാ. പൊന്നൂസിന് മോണ്ടന് ടി വിയിൽ കാർട്ടൂൺ ഇട്ട് രണ്ടുപേരും ചോറും പ്ലേറ്റുമായിട്ട് അവിടെ പോയി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനും അണ്ണനും സാലിതും അമ്മായും കൂടി ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിലിരുന്ന് കഴിക്കുകയാണ്. ഷാദാൻ്റെ അത്തായ്ക്കും അമ്മായ്ക്കും അണ്ണൻ കൊണ്ടു കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. മുത്തുമണീസ് കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ ഫ്രൈയോടാണ് കൂടുതൽ താല്പര്യം. തലേന്ന് മസാലയൊക്കെ പുരട്ടി വെച്ച് കോൺഫ്ലവറൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വയറ് നിറച്ചങ്ങ് കഴിച്ചു. ഇനി ഉറങ്ങാനുള്ള സമയമാണ് മുത്തുമണീസ്. നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം പൊന്നൂസിന് മോണ്ടന് ഇപ്പം മദ്രസയിലെ ട്യൂഷനുണ്ട് 3:30. അപ്പോൾ അവരെ വിട്ടിട്ട് ഞാൻ ഉടനെ ഒന്ന് കിടന്നുറങ്ങും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വീട്ടിലോട്ടൊക്കെ പോവാം, ചായ കുടിക്കാനൊക്കെ പോവാം. അപ്പോൾ അന്നേരത്തെ വിശേഷം ഞാൻ അന്നേരം കാണിക്കാം കേട്ടോ. ചോറ് കൊള്ളാൻ നല്ല അടിപൊളിയായിരുന്നു. ഇതാണ്ട് സിംഗം വന്നു. അയ്യാ അയ്യാ അണ്ണേ അണ്ണേ അനങ്ങേ. എന്താ എൻ്റെ ഫോൺ എന്തേ മുത്തേ ഇങ്ങോട്ട് ഞെറാ. ബിരിയാണി ഇന്ന് കഴിഞ്ഞാൽ പക്കാരാ മൊത്തം. നീ ഒത്തിരി നെയ്യ് ഒഴിച്ചായിരുന്നോ? ആ നെയ്യ് കുറവുണ്ടല്ലോ. ആ നെയ്യ് കുറവുണ്ടല്ലോ എന്നല്ല, ഞാൻ തന്ന ഡെപ്പയ്ക്കകത്ത് നെയ്യ് കുറവുണ്ട്. ഇച്ചിരി ഒന്ന് തൂത്താ മതിയായിരുന്നു നെയ്യ്. ഈ അണ്ണന്റെ ഏതൊരു സാധനം കൊടുത്താലും ഒരുപാട് എടുത്ത് കമത്തും. പിന്നെ ഞാനാ നിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. കാര്യമായി പോയി. അതുകൊണ്ട് ഉണ്ടാക്കാൻ കയറിയാലും മതി. 10 വട്ടം തൂക്കുകയും തുടക്കുകയും ചെയ്യണം മനുഷ്യൻ. മെസ്സേജ് വല്ലതും വന്നു. ഞാൻ എല്ലാം പഠിപ്പിച്ച് എല്ലാം ആക്കിയപ്പോ നിനക്ക് അഹങ്കാരം. മുത്തുമണീസ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മുത്തുമണീസ്. പിന്നെ കാണാം. മഫ്ത ഇട്ടോണ്ട് പോ. ഇത് അമ്മയുടെ ഷോളാ. അതൊക്കെ എന്തിനാ എടുത്തിട്ടോണ്ട് പോകുന്നത്? ഓ അണ്ണ ഇല്ല, അണ്ണ മഴ പെയ്യത്തില്ല. അണ്ണ എടുക്കണ്ട പാത്രങ്ങള്. വെള്ളം കുടിക്കാൻ നാണ്ട ജഗ്ഗിൽ ഒഴിച്ചു വെച്ചേക്കുന്നത്. ആ ബെന്നിസ് മണ്ടനും ട്യൂഷന് പോകുന്നു. സെക്സികൾ സൈക്കിളിൽ ചോട്ടിപ്പോക്കോളൂ. നോണ്ട വെള്ളം കുടിച്ചോ. ഒരു റൗണ്ട് ചവിട്ടി അങ്ങ് പോണം കേട്ടോ പൊന്നോ. 3 മണിയായി. 5 മിനിറ്റ് സൈക്കിൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുക, അങ്ങ് വീട്ടിലോട്ട് കയറണം കേട്ടോ. സമയോ? സമയായിടി പൊന്നെ, പൊക്കോ. താണ്ട കണ്ട 3 മണിയിലെ അലാറം അടിക്കുന്നു. 3 o'clock, കറക്റ്റ് 3 o'clock.
അപ്പോ അങ്ങോട്ട് 5 മിനിറ്റ് ചവിട്ടിയിട്ട് അങ്ങ് പൊക്കോ. അസ്സലാമലൈക്കും. എന്ത് പറ്റി? സ്പാനറോ? എനിക്കറിയത്തില്ല. അത്തോടെ ചോര് എന്താ പറ്റി? സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നില്ലേ മോനോട്ടന്റെ? ജാമായി കാണും. അത്ത ശരിയാക്കി തരും. അപ്പുറം സ്പെയർ ആയിട്ട് ഇല്ല വീലുണ്ടല്ലോ, വീഴായിരിക്കണം. അത് പൊന്നുവിന്റെ ഇളക്കി കളഞ്ഞു. കാരണം പൊന്നു അത് ചവിട്ടി ചവിട്ടി ഇളക്കുന്നു. എന്റെ ഡിസ്ക് അയ്യോ എന്റെ അബ്ബോ എന്നെ കൊന്നേ, എന്റെ കഥവി ഞെരുക്കി കൊന്നു. അല്ല ഷോ എന്ത് ചെയ്യും മോനൂട്ടിന്റെ സ്റ്റാൻഡ് ഇന്നലെ അണ്ണം വാങ്ങിച്ചോണ്ട് വന്ന അണ്ണം ഫിറ്റ് ചെയ്ത കേട്ടോ. അപ്പൊ മോനൂട്ടന്റെ സൈക്കിളില് ജാമായി. കുട്ടിമണികൾ പോയതിന് ശേഷം ഞാനും അണ്ണൻ എന്തേ റൗണ്ട് അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ, കാറുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ ടൈലൊക്കെ ഒരു റൂമിൽ ഒട്ടിച്ചതേ ഉള്ളൂ, ബാക്കി റൂമിലൊക്കെ സാവധാനം ഒട്ടിക്കും. അപ്പം എൻ്റെ വീട്ടിൽ റൂമൊക്കെ അകം തേച്ചിട്ടുണ്ടായിരുന്നു, വെളിയിൽ ഫ്രണ്ട് മാത്രമേ തേച്ചിട്ടുള്ളായിരുന്നു, സൈഡൊക്കെ തേക്കാനുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലൊക്കെ ഗ്രാനൈറ്റൊക്കെ ഇടാനുണ്ടായിരുന്നു, പഴയ ടൈലൊക്കെ ആയിരുന്നു, അതെല്ലാം പൊട്ടിച്ചൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിനൊന്ന് ജസ്റ്റ് ഈ വില കുറഞ്ഞ പെയിൻ്റ് ഉണ്ടല്ലോ അത് വാങ്ങിച്ച് അടിച്ചതേ ഉള്ളായിരുന്നു, അല്ലാതെ പണികളൊന്നും ചെയ്തിട്ടില്ല. തറയിൽ നമ്മളില്ല മറ്റേ ഷീറ്റ് ഒട്ടിച്ചേക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ഇനി അനിയൻ്റെയൊക്കെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരണ്ടേ, അപ്പോൾ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം. അങ്ങനെ ഞാനും അണ്ണനും ഇതാണ്ട് ഇങ്ങനെ സ്കൂട്ടിയിൽ വെറുതെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാറിൽ സ്കൂട്ടിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അണ്ണം ചുമ്മാ പറയും നമുക്ക് പുറത്ത് പോയാലോ എന്നേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിക്കും, എപ്പോഴും ഒരുമിച്ചാണ്, എന്നാലും 100 കൂട്ടം കാര്യങ്ങളാണ് സംസാരിക്കാൻ. പിന്നെ നമ്മൾ ടൗണിൽ സ്മാർട്ട് ബസാറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. പൊന്നൂസിന് മോഡലും സ്നാക്സ്, പിന്നെ അല്ലറ ചില്ലറ പഞ്ചസാര, ഉപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നൂസിന് മോഡലും കിവി വാങ്ങിച്ചു, പിന്നെ സ്ട്രോബെറി വാങ്ങിച്ചു. പിന്നെ നമ്മൾ 1-2 സാധനമെന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പോൾ കണ്ണിൽ കുറേ സാധനങ്ങൾ കാണുമ്പോൾ പിന്നെ അങ്ങനെ അതെല്ലാം അങ്ങ് വാങ്ങും. സത്യം പറഞ്ഞാൽ 1, 2, 3, 4 വാങ്ങിച്ച് കുറേ സാധനങ്ങളാവും. പിന്നെ ഇതേ ഒരു സുലൈമാനി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഉഴുന്നവടയും ചട്നിയൊക്കെ കഴിച്ച് നല്ല ഒരു കട്ടൻ മിൻ്റൊക്കെ ഇട്ടൊരു കട്ടനൊക്കെ അടിച്ചു. നേരെ സാധനങ്ങളെല്ലാം ആയിട്ട് വീട്ടിൽ വന്നു. പിന്നെ എൻ്റെ പ്രധാന ജോലി അടുക്കിപ്പറക്കാണ്. ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാം അടുക്കിപ്പറക്കി വെക്കേണ്ട സ്ഥലത്ത് വെക്കും കേട്ടോ. ഞാൻ ഈ ടർക്കിയുടെ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ടിഷ്യൂ പേപ്പറും. എനിക്ക് അത്യാവശ്യമായിട്ട് ടിഷ്യൂ പേപ്പർ എപ്പോഴും ഇങ്ങനെ വേണം. ഇങ്ങനെ തുടച്ചും ഫ്രിഡ്ജ് തുടയ്ക്കാനും ഗ്ലാസ് തുടയ്ക്കാനും കബോർഡ് തുടയ്ക്കാനും ഒക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ എനിക്ക് കൂടുതലായിട്ട് വേണം കേട്ടോ. അപ്പം കുറച്ച് ടിഷ്യൂ പേപ്പർ കൂടുതൽ മേടിച്ചു. പിന്നെ ലിക്വിഡും കാര്യങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് വെച്ചു. ഹാൻഡ് വാഷിൻ്റെ അവിടെ ലിക്വിഡ് ഒഴിച്ചു വെച്ചു. എൻ്റെ പൊന്നെ എല്ലാത്തിനും എൻ്റെ കൈകളും കാലുകളും എത്തണം. എന്ത് ചെയ്യാനാ, വേറൊരാൾ ചെയ്ത തൃപ്തി. ഹത്തച്ചി മകൾ അവിടെ കിടന്ന് തകർക്കുവാണ്. അപ്പോൾ അമ്മ രാത്രി കിടക്കാൻ വരാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ജോലിക്കാരൊക്കെ പോയതിന് ശേഷം അമ്മ കിടക്കാൻ വരും. മുട്ടയൊക്കെ ഡ്രൈയിലൊക്കെ അടുക്കി വെച്ചു. പിന്നെ വെളിയിൽ ഞങ്ങൾ ഉണക്കാൻ വെച്ചേക്കുന്ന പാത്രങ്ങൾ വെയിലുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ എനിക്ക് തുടയ്ക്കണ്ട, ഇന്ന് വെയിലുണ്ടായിരുന്നല്ലോ. പിന്നെ ജസ്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു പാത്രമാണ്. ഈ നമ്മുടെ നട്ട്സൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ വാങ്ങിച്ചാണ്. കുറച്ച് വലിപ്പമാണെന്ന് വിചാരിച്ചു, പക്ഷേ ഭയങ്കര ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് മുത്തുമണീസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓർമ്മയല്ലേ, അവനൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ ഒരു ഓർമ്മയാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുഖമൊക്കെ ഞാൻ സെറ്റാക്കി ഇരിക്കുകയാണ്. ഇനി പൊന്നൂസും മോണ്ടന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ദേ എനിക്കിടാനുള്ള ടോപ്പും പാൻറ്റും ഷോളും, പൊന്നൂസിന് ഇടാനുള്ള ഫ്രോക്ക്, മോനുകുട്ടൻ്റെ ടീഷർട്ടും പാൻറ്റും ഒക്കെ തേച്ച് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. സമയമാകുമ്പോൾ എനിക്കല്ലെങ്കിൽ ഒരു വെപ്രാളമാണ്, അതുകൊണ്ട് നേരത്തെ എല്ലാം തേച്ചിട്ടു. അവൻ കുളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ അനിയന് വേണ്ടിയിട്ട് അമ്മ വെള്ളം കലക്കിയതാണ്, ബാലൻസ് ചെയ്യാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇനി ഞാൻ സിറ്റ് ഔട്ടിൽ പോയി തങ്കമണികളെ കാത്തിരിക്കാം. വന്നേ സുന്ദരം വന്നേ. ഓ എന്താ തന്നെ ഫോൺ പൂരിപ്പിച്ചു കൊടുത്താ? മോനൂട്ട തിങ്കളാഴ്ച എന്ന് പറഞ്ഞോ ടീച്ചർ, പക്ഷെ ഇന്നെന്നാ പറഞ്ഞത് മോനൂട്ട. അവ അത് കേട്ടത് പോലും, ഞാൻ ഇതെല്ലാം കേൾക്കണത്. പൊന്നു വാ, ഞാനവരൊക്കെ ഒരുങ്ങി പൊന്നു വാ വാ. അതുകൊണ്ട് അവരെല്ലാം പോകാൻ ഒരുങ്ങി.
നിന്റെ ഡാൻസ് കളിക്കണമെങ്കിൽ നീ പെട്ടെന്ന് വന്നോ. താനാന താനന താനാന താനന. ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോണേ. എന്ത് പൊടിയോ ഇതെന്തുവാ? പട്ടി വല്ലതും കയറിയോ ഇനി എല്ലാവേ പൊന്നു. അവിടെ ചവിട്ടാതെ അപ്പുറത്തുകൂടെ വന്നേ. ബാ 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 ബാ. ഇടയിലായിരിക്കും. സാധാരണ ഇവന്റെ ടിക്കറ്റ് അവിടെ എടുത്തു വെച്ച് അതിലായിരിക്കും. ബാ പൊന്നു പെട്ടെന്ന് വാ, ഒരുങ്ങാം. ഇവിടുത്തെ ഒരുക്കങ്ങളൊന്നും പറ്റുള്ള ഫ്രണ്ട്സ്. ഇത്ര നേരമായിന്നറിയാം. മതി മതി വാ പൊന്നു. ഇവിടെ ഒരു ഡാൻസ് വീഡിയോ എടുക്കണമെന്ന് ഇരുന്നിട്ട് അതിന് പോലും സമയം കിട്ടിയില്ല. അപ്പുറം ബാ 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 ഇറങ്ങ്. എവിടെയും പോകുമ്പോൾ സമയം കാണത്തില്ല. ബാ 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 ബാ. ഇത് സൈക്കിൾ വിട്ടാൻ പോന്ന കേറി വാ മോനൂട്ടാ. ആ ഉടുപ്പ് പന്നരാവും വിയർക്കും. ബാ കേറി വാ പൊന്നു. ആ ചെരുപ്പല്ല മറ്റേ ചെരുപ്പ് എടുത്തിട്ട് പുതിയ ചെരുപ്പ്. ബാ. എങ്ങനെ നമ്മൾ ഇറങ്ങുന്ന മുത്തുമണി? അണ്ണ തൊപ്പി എടുത്തോ. തൊപ്പിക്ക് വേണ്ടി വരാൻ വയ്യ. തെള്ളാതെ മോനൂട്ടാ. കേറ് കേറ് കേറ 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 കേറ. നിർത്തിയ മുത്തുമണി സാണ്ടി ഇവനൊക്കെ ഉറക്കം. അപ്പൊ ഓരോ ബോണ്ട വാങ്ങിച്ചു കൊടുക്കും. ചായ അവൻ കുടിക്കത്തില്ലല്ലോ മോനോട്ടെ. ഞാൻ ദാണ്ട് ഈ സിൽക്ക് സ്മിതയുടെ ഡാൻസ് എടുക്കട്ടെ. വാ പൊന്നു, മറന്നില്ലല്ലോ. അവിടെ അല്ല, വാ ഭയങ്കര വെയില്. വാ അമ്മ ഇവിടെ 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 ഫ്രണ്ടിൽ എവിടെയെങ്കിലും നിർത്താം. വാ. അണ്ണന് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയത്. പിന്നെ അതുപോലെ അണ്ണനല്ലേ ഒത്തിരി ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്. ഞാനിപ്പോൾ ഉറക്കം തുടങ്ങും. 2 മണിക്കൂർ കാറിലിരിക്കണ്ടേ. അപ്പം അവന് ചട്നി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചട്നി എടുത്തുകൊണ്ട് വന്നു. എനിക്ക് ബജ്ജിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം ദേ അവിടെ ഒരു കുഞ്ഞിപ്പട്ടി കിടക്കുന്നു. അവന് മോനുകൂട്ടൻ്റെ കുറച്ച് ബോണ്ട എടുത്തോണ്ട് കേട്ടോ. എനിക്കൊരു മുളക് ബജ്ജി തരണേ. എനിക്കൊരു മുളക് ബജ്ജി. ഭയങ്കര ചൂടടാ. അത് ഇച്ചിരി 5 കഴിഞ്ഞ് പേപ്പർ ചുറ്റി അങ്ങോട്ട് പിടി. പേപ്പർ ചുറ്റി പിടി. അഞ്ചലായൂരായപ്പോഴത്തേക്കും ദേ മോനുകുട്ടൻ നല്ല ഉറക്കമായി കേട്ടോ. പൊന്നൂസ് ദേൻ്റെ തോളിൽ ചാരി ചാരി വരുന്നുണ്ട് ഉറങ്ങാനായിട്ട്. അപ്പോൾ എൻ്റെ അമ്മായിക്ക് ഇവിടെ മൂക്കിന് ധാരാളം മറകുണ്ട്. അത് അതുപോലെ മോനുകുട്ടനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോനുകുട്ടൻ വളർന്ന് വലുതാകുമ്പോൾ മീശ വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതെ, 10 ദിവസത്തെ ലീവിന് ശേഷം സാലത്തിനെ ചവിട്ടി വിടാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് മുത്തുമണീസ്. പണ്ടത്തെ പോലെ ഇപ്പോൾ ആരും കരച്ചിലും പാളമൊന്നും ഇല്ലല്ലോ. പണ്ടെന്ന് 3 വർഷം 2 വർഷം ലീവിനല്ലേ വരുന്നത് ഈ അണ്ണൻ അത്തായൊക്കെ. അപ്പം തിരിച്ചു പോകുമ്പോൾ ഭയങ്കര കരച്ചിലും പാളമാണ്. എന്നിട്ട് അവൻ കണ്ടില്ലേ പോയി 45 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസം ലീവിന് വന്ന് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ആർക്കും കരച്ചിലില്ല. ഇല്ലല്ല. പോയിട്ട് പണക്കാരനായി തിരിച്ചു വാ. ബൈ ബൈ, സി യു. മോനോട്ട് ടാറ്റ പറയുന്നില്ലേ? ആ ടാറ്റ. ആർക്കോ വേണ്ടി ഒരു ടാറ്റ. സാലറി ടാറ്റ വിളിക്കണേ. നമുക്ക് നേരെ വീട്ടിൽ പോയാലോ മോനോട്ടാ? പിന്നെ ലിപ്സ്റ്റിക് ഇട്ടേണ്ടി ഇരിക്കും. മോനോട്ട് ചുമച്ച് മോട്ട് നമുക്ക് വീട്ടിൽ പോയി മരുന്ന് കുടിച്ച് നല്ല പോകുന്നു അമ്മ പോയി കിടക്കും. നാളെ മോനോട്ടൻ 2 എണ്ണത്തിന് സെലക്ട് ആയിട്ടുണ്ട് സ്പോർട്സ്. അപ്പൊ നാളെ മോനോട്ടൻ കണ്ടല്ലോ. അന്നേരം പോയാ മതി കേട്ടോ മോനോട്ടാ. ഇതൊക്കെ ക്ഷീണം എഴുന്നേറ്റ് ഫ്രീ. കാരണം വെച്ചാൽ മക്കൾ അങ്ങനെ പോയാലേ മക്കൾക്ക് ഓടാൻ പറ്റൂ. അല്ലെങ്കിൽ ഉറക്ക ക്ഷീണമായി. രാവിലെ പള്ളിയിൽ ട്യൂഷന് പോകണ്ട. അമ്മ ഉറങ്ങി എഴുന്നേക്കിട്ട് നല്ല പോയി ഓടിക്കാൻ പറ്റും. വൈകിട്ട് പോയാൽ മതി. ലുലു മാളിലേക്ക് പോകൂ. അങ്ങനെ നമ്മള് ലുലു മാളിൽ എത്തി. മുത്തുമണി അയ്യോ കൺമശി പടന്നോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവരെയൊന്ന് കളിപ്പിക്കണം. ഇച്ചിരി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ബാ നേരെ ഹൈപ്പർ മാർക്കറ്റ്. അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ മോനക്കുട്ടനെ ഇതുപോലെ പിടിച്ചിരുത്തിയാലോ ഒരാളെ മാത്രം നോക്കിയാൽ മതി. ഒരാളെ നമുക്കിങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ലല്ലോ. ഇപ്പോഴാ പൊന്നെ സ്പ്രേ മേടിച്ചത്. വേണ്ട, ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കണ്ട കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ല പൊന്നെ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ അടിച്ചത് ഓർമ്മയില്ലയോ? അത്ത എടുക്കോ കോൾഗേറ്റ്? ഓ അത് ചിലപ്പോ ഇത് വെച്ചേക്കോ ടെസ്റ്റ് ചെയ്യാൻ. കൈ കാണിര്, കൈ ബാക്ക് വാഷ് നോക്ക് മണം ഉണ്ടോ? പന്ന മണം. ബാ വേണ്ട വേണ്ട.
അണ്ണൻ എപ്പോഴും പറയും നമ്മുടെ അവിടെ കിട്ടാത്ത സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ പക്ഷെ കണ്ണിൽ കാണുമ്പോൾ എടുക്കും. കുറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നാൾക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇതിനകത്തെ നമ്മുടെ കൂട്ട് കുനാഫ ഇതല്ല പീസാ, ചെറിയ ചെറിയ പീസാ. ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ട് ഇത് ഓരോ ചെറിയ കട്ടാണ്. പൊന്നു ഇത് നീ വിചാരിക്കുന്ന ഒറ്റയല്ല. ഇത് ഇന്നാൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് ചെറിയ ചെറിയ പീസാ. ഇതിനെത്ര പൊന്നു അത്ത മേടിച്ചു തരുമോടി? അയ്യോ നമ്മൾ അവിടുന്ന് മേടിച്ചില്ലയോ? ഇരുന്ന സ്ഥലത്ത് ഇരിക്കുവാണെങ്കിലേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും പറക്കത്തൊന്നുമില്ല. നമുക്ക് അതാണ് സേഫ്. അവിടെ ഇരുന്ന് അവനെ ഉന്തിക്കൊണ്ട് പോയാൽ മതിയല്ലോ. അതവൻ എടുത്തിയാ. സാരമില്ല, പറഞ്ഞില്ലേ, കുഴപ്പമില്ല. വാൽനറ്റ് മേടിക്കണം കുറച്ച്. വളരെ കുറച്ച് മതി, വളരെ കുറച്ച്. പിന്നെ വേറെ ഇല്ല, അത്തിപ്പഴം അതുണ്ടോ? അതും കുറച്ച് വേണം. സീഡ് ഇത് നമ്മുടെ അവിടെ സ്ട്രോബെറി കിട്ടും എപ്പോഴും, പക്ഷെ മൾബറി അങ്ങനെ കിട്ടത്തില്ല. കുക്കീസോ കപ്പ് കേക്കോ അങ്ങനെ വല്ലതും. ഹണി കേക്ക് ഒന്നും വേണ്ട. ഓ എപ്പം വന്നാലും പൊന്നു കുറേ. ഈ കേക്ക് എടുക്കട്ടെ, മിക്സ്ഡ് കപ്പ് കേക്ക്. ഡേറ്റ് എത്താടെ കൊടുക്കും പൊന്നു? കോക്കനട്ട് പുഡിങ് എത്ര? 200? ഇനി നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങാം. എനിക്ക് വിശക്കുന്നുണ്ട്, ഭയങ്കര വിശപ്പ്. മുത്തുമണീസ് പിന്നെ ഇതാണ്ട് ഇതും മേടിക്കാം. ഇത് 250. ബില്ല് പേ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം എടുത്ത് അടുക്കി പറക്കി വെക്കുവാണ് പൊന്നൂസും മോണ്ടനും. അങ്ങനാണെങ്കിൽ അവിടെ ഇറച്ചിച്ചോറ് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ബില്ലടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം അമ്മയും പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കുവാണ് കേട്ടോ, എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ മേക്കപ്പ് എങ്ങനെയുണ്ട് കളാന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഉറങ്ങിയുണ്ടാക്കും കവളിലൊക്കെ മേക്കപ്പ്. അപ്പം ഇനി നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ മുകളിൽ മേലെ പോവാം. മുകളിൽ വന്നിട്ടുണ്ട്. മുകളിൽ നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് കളിക്കാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. സെക്കൻഡ് ഫ്ലോറിൽ വന്നതേ നമ്മൾ ഓരോരോ ഫുഡായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊന്ന് ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ മേടിക്കുന്നതാണ് ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു, പക്ഷെ ഇച്ചിരി കട്ടി പോലെ തോന്നി. നമ്മളല്ലാതെ KFC ചിക്കനിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരു ഇത്തിരി കട്ടി തോന്നി. പക്ഷേ ടേസ്റ്റ് ഓക്കെയാണ് കേട്ടോ. ഞാൻ തന്തൂരിയും പിന്നെ പെരി പെരിയും മയോനൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു. പിന്നെ ഇറച്ചി ചോറ് പെരട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുബൂസ് അണ്ണൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു. പിന്നെ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്തായാലും ഇവിടെ വരെ വന്നു, ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു. അമ്മ ആണെങ്കിൽ ഈ കഴിക്കുന്ന സാധനത്തിൽ നിന്ന് എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ കഴിക്കത്തില്ല. ഇതിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റാണ് ആഡ് ചെയ്തേക്കുന്നത്, അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നേരെ പൊന്നൂസിൻ്റെയും മൂന്നുകുട്ടൻ്റെയും സാമ്രാജ്യം ഫണ്ടൂറയിൽ കഴിഞ്ഞ വട്ടം വന്ന് കളിച്ചതിൻ്റെ കാർഡിൽ ബാലൻസ് പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ കാണിച്ചിട്ട് നേരെ പിന്നെ പൊന്നൂസിനെ മോണ്ടനെ ഓരോ ഗെയിമിലൊക്കെ കയറ്റി കളിപ്പിച്ചു. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴേ വട്ട് പിടിക്കും. എനിക്ക് ഒത്തിരി റൈഡിലോട്ടൊന്നും കയറാനും വലിയ താല്പര്യമില്ല, വലിയ മുതുക്കികളായില്ലേ, അതുകൊണ്ട് വലിയ ഇതിലൊന്നും കയറില്ല. പിന്നെ അമ്മായി ഒന്ന് വരട്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് കയറിയത് കേട്ടോ. അമ്മ ആണെങ്കിൽ അവിടെ നിന്ന് ബിസ്മിയും ഷഹാത്തേലുമേ ഒക്കെ ചൊല്ല. കളിച്ച് മതിയായെന്ന് ചോദിച്ചാൽ പൊന്നിച്ച് കൊണ്ടിരും ഇങ്ങനെ ഒരു മൂളൽ മൂളും കേട്ടോ. അത് കാണുമ്പോൾ വിചാരിക്കും കുറച്ച് നേരം കൂടെ കളിച്ചോട്ടെ. അങ്ങനെ പിന്നെ അണ്ണൻ ഓരോരോ സംഭവത്തിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. ഞാനും ഇടയ്ക്കൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടെ പോയി ഏതെങ്കിലും തൂണിൻ്റെ അരികിലേക്ക് ചായ ഇരിക്കാനായിട്ട്. പിന്നെ അമ്മയ്ക്ക് കമ്പനി കൊടുക്കണമല്ലോ, അമ്മയെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. അമ്മ അവിടെ പോയിരിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഞാനും പോയിരിക്കും, ഫോണൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കും. പൊന്നൂസിനെ മോണ്ടനും അണ്ണൻ ഓരോന്നിൽ കയറി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ നമുക്ക് ഇത്രയും ദൂരമല്ലേ ട്രിവാൻഡ്രം, നമ്മൾ 2 മണിക്കൂർ യാത്ര ചെയ്ത് വരുന്നതല്ലേ. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷമാണ്. എപ്പോഴും നമുക്ക് പുനലൂർ ടൗൺ പോലെ വരാൻ പറ്റിയതല്ലല്ലോ, എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ എൻജോയ് ചെയ്യണം. അങ്ങനെ നമ്മുടെ 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 തിരുവനന്തപുരം യാത്ര കഴിഞ്ഞു 10 മണി. അപ്പം ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 4 അവിടെ എത്തുമെന്നാണ് അണ്ണൻ പറയുന്നത്.
ഇപ്പം സമയം അവിടുത്തെ അവിടുത്തെ 11:45 ഇവിടെ 1:15. ആ 10. അപ്പോൾ മുത്തുമണി നമ്മൾ വീട്ടിൽ പോട്ടെ. ക്ഷീണിച്ച് വലഞ്ഞ് തണുത്ത് ആകെ കുഴഞ്ഞ്. അപ്പം നമുക്ക് അടുത്ത അടിപൊളി ഒരു വ്ളോഗിൽ കാണാം കേട്ടോ. ലവ് യു. അതുകൊണ്ടാ കളിച്ച് ബാളം വെച്ച് ഓഹോ. അവിടെ ഒരു അനിയൻ്റെ കാറ് പഞ്ചറായി കേട്ടോ. അപ്പോൾ അതിന്ന് ടയർ മാറ്റാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അനിയൻ പറയാണ് ഇത്തയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതേ അണ്ണ ഓരോ സ്പാനറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കുറച്ച് നേരം ഞങ്ങളും അവിടെ അങ്ങനെ